70% ഓഫ് സ്റ്റുഡൻസ് ആർ ബോയ്സ്, 120 ഗേൾസ് ഉണ്ട്. ടോട്ടൽ എൻറോൾമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ലെറ്റ് ടോട്ടൽ ബി എക്സ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ എന്തെടുക്കും? എക്സ് എടുക്കും. സ്റ്റുഡൻസ് ഈക്വൽ ടു എക്സ്, അതായത് ടോട്ടൽ എൻറോൾമെൻറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ. പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് ഈക്വൽ ടു എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 70. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് എന്തായിരിക്കും? ടോട്ടൽ പെർസെൻറ്റേജ് എന്താ? 100 ആണ്. 100 പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് കിട്ടും, 30%. ഇനി നമ്പർ ഓഫ് ഗേൾസ് നമുക്ക് തന്നിട്ടുണ്ട് 120. നമുക്കിതിനകത്ത് നിന്ന് എഴുതാം? നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓഫ് ടോട്ടലാണ്. ശരിയല്ലേ? മൊത്തത്തിൻ്റെ 30% ആണ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ. നമ്പർ ഓഫ് ഗേൾസ് എന്താ? 120. ഏതിനെയാണ് തന്നിരിക്കുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസിന് തന്നിട്ട് അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. 30% എന്ന് പറഞ്ഞാൽ എന്താ? 30/100 ഓഫ് ഇൻറ്റു ടോട്ടൽ എന്താണ്? എക്സ്. ഓക്കെ. സോൾവ് ചെയ്യുക. 0 0 ക്യാൻസൽ. 120 ഡിവൈഡ് ബൈ 10 ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 10. ഇവിടെ ഇൻറ്റു 3 അല്ലേ? അത് ഇപ്പോഴത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എക്സ്. സോൾവ് ചെയ്യുക. 400 എന്ന് വരും. 120 3 ക്യാൻസൽ ചെയ്യുമ്പോൾ 4 3s are 12, 40, 400 is equal to എക്സ് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്രയാണ്? എക്സ്.